കായിക താരങ്ങൾക്ക് ഏറ്റവും വലിയ പരിഗണന നൽകിയ സർക്കാരാണ് ഇപ്പോൾ ഉള്ളതെന്ന് ഫുട്ബോൾ താരം IM വിജയൻ പറഞ്ഞു. അതോടൊപ്പം നിരവധി നല്ല കാര്യങ്ങൾ സർക്കാർ ജനങ്ങൾക്കായി ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ഭരണം വന്നിട്ട് കുറേ നല്ല നല്ല കാര്യങ്ങൾ ഏറ്റവും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഗവൺമെൻറ് ഇപ്പോൾ രണ്ടാമത്തെ കൊല്ലം ഭരിക്കണം. അപ്പോൾ സ്പോർട്സുകാർക്ക് ഇന്ത്യയിൽ ആൾക്കാരും ഒരു ഗവൺമെൻറ് ചെയ്തിട്ടില്ല. അത്രയധികം സ്പോർട്സുകാർക്ക് ജോലി കൊടുത്തിട്ടുള്ളത്. ഗവൺമെൻറ് ജോലി കിട്ടാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം റിട്ടയർഡ് ആവണ മുന്നേ ഗവൺമെൻറ് പ്രൊമോഷൻ തരാമെന്ന് പറഞ്ഞൊരു എസ്പി റാങ്കിലൊക്കെ വരാമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. പിന്നെ കുറേ കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അത് തന്നെയാണ് ഈ നവകേരളത്തിൻ്റെ ഏറ്റവും വലിയ 4 വർഷം വലിയൊരു നല്ലൊരു ഇവൻ്റായിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട്. കേരളം മൊത്തം ഇങ്ങനെ കൊണ്ടുപോകുന്നു. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രിയുമായി ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾ സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഇപ്പോൾ IM വിജയൻ പറഞ്ഞതുപോലെ ആളുകളൊക്കെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, മുഖ്യമന്ത്രിയുടെ വിശദീകരണങ്ങൾ, അവരുടെ ചോദ്യങ്ങൾ, സംശയങ്ങൾ, ഇതിൽ മുഖ്യമന്ത്രിയുടെ മറുപടി, ഇതെല്ലാം എത്രമാത്രം മികവോടെ ആണ് ഇന്ന് പോയത് തൃശ്ശൂരിൽ? അതാണ് ഏറ്റവും തീർച്ചയായും ശരത്, തൃശ്ശൂർ ജില്ലയിലെ സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് തൃശ്ശൂർ ജില്ലാതല യോഗം, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അതേപോലെ തന്നെ വിവിധ കർഷകരടക്കമുള്ള ആളുകളും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുത്തു. 500-ലധികം പേരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. അതിൽ ചില ആളുകളുടെ ചോദ്യങ്ങൾക്കും അതേപോലെ തന്നെ മറുപടിയൊക്കെ നൽകിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ ഹോട്ടലിൽ നിന്നും മടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന LDFൻ്റെ റാലിയും തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്നുണ്ട്. മന്ത്രിമാരായ K രാജൻ, R ബിന്ദു അടക്കമുള്ളവരാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു ചർച്ച തന്നെയാണ് യോഗത്തിൽ ഉയർന്നത് എന്നത് ആണ് ഇപ്പോൾ നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാർഷിക മേഖലയിലെയും അതേപോലെ തന്നെ സാംസ്കാരിക മേഖലയിലെ അടക്കം നിരവധി ആളുകളാണ് യോഗത്തിൽ പങ്കെടുത്തത്. ശരി.